ഹലോ ആസ്പിറൻസ്, എല്ലാവർക്കും വാൻഗാർഡ് എസ് എസ് സി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ഷോർട്സിൽ 1ഉം 3ഉം ഡേ ആണ് ഇട്ടേക്കുന്നത്. ചെറിയതായതുകൊണ്ടാണ് കുറച്ച് ബേസിക്സ് കഴിഞ്ഞവർക്കും ഒപ്പം ഇപ്പം ജസ്റ്റ് സി ജി എൽ അടുത്തതിന് വേണ്ടി മെയിൻ ആയിട്ട് നോക്കിയിരിക്കുന്നവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ പോകുന്നത്. അപ്പം കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് അവർക്കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ടൈം കൂടും. അതാണ് നമ്മളത് വീഡിയോ ഫോർമാറ്റിൽ പോയേക്കുന്നത്. നമുക്കത് 1 മിനിറ്റിൽ 2 മിനിറ്റ് അണ്ടറിലാണെങ്കിൽ ഷോർട്സ് ആയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. രവി സ്റ്റാർട്ട്സ് ഫ്രം മുംബൈ. രവി സ്റ്റാർട്ട്സ് ഫ്രം മുംബൈ ടു ഗോവ. ഓക്കെ, ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം, ഹി റിയലൈസസ് ദാറ്റ് ഹി വിൽ കവർ ഓൺലി 75% ഓഫ് ദ ഡിസ്റ്റൻസ് ഇൻ ദ ഷെഡ്യൂൾഡ് ടൈം. അതായത് ആക്ച്വലി എത്തേണ്ട സമയം എത്രയാണോ അത്രയും സമയം ആയപ്പോഴേക്കും ഇവൻ മനസ്സിലായി, അയ്യോ ഞാൻ മൊത്തം ഓടി എത്തിയില്ലല്ലോ, ഗോവ വരെ എത്തിയില്ലല്ലോ. 75%, ടോട്ടൽ ഡിസ്റ്റൻസ് 100% ആണെങ്കിൽ അതിന്റെ 75 മാത്രമേ എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ എന്ന് മനസ്സിലായി. ഇനി എക്സ്ട്രാ ഗോവ വരെ എത്തണമെങ്കിൽ എത്ര സഞ്ചരിക്കണം? 3 അവേഴ്സ് കൂടുതൽ എടുക്കുമെന്ന് മനസ്സിലായി. അപ്പം ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് 75% ഡിസ്റ്റൻസ് കവർ ചെയ്തപ്പോഴല്ല അവൻ വിചാരിച്ചേ, പോകുന്ന വഴിക്ക് ഇതവൻ അസ്യൂം ചെയ്ത് മനസ്സിലാക്കി. എന്ത് ചെയ്തു? എവിടെയോ എത്രയോ സമയത്തിന് ശേഷം അവൻ അവന്റെ സ്പീഡ് ഇരട്ടിയാക്കി, ഡബിൾ ആക്കി. അങ്ങനെ കറക്റ്റ് ടൈമിൽ ഗോവയിലെത്തി. എങ്കിൽ എത്ര മണിക്കൂറിന് ശേഷമാണ് രവി സ്പീഡ് ചേഞ്ച് ചെയ്തതെന്ന് അർത്ഥം. ഇപ്പൊ ചിലവർക്ക് പറയാം 75% ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ ഇവൻ റിയലൈസ് ആയെന്നല്ല. അല്ല, ഹി റിയലൈസസ് ദാറ്റ് ഹി വിൽ കവർ ഓൺലി 75% എന്ന കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എവിടെ വെച്ചിട്ട് അവന് മനസ്സിലായി? അപ്പൊ നോക്കിക്കേ, നമ്മൾ ആദ്യം ഇത് മുംബൈ, ഇത് ഗോവ. ഓക്കെ, ഇവൻ ഇവിടെ എവിടെയെങ്കിലും വെച്ച് മനസ്സിലാക്കിയെന്ന് വെച്ചു. റിയലൈസ്ഡ് ആയ പോയിന്റ് 6. പക്ഷെ ഇനി ഇവൻ ആലോചിക്കുക, പിന്നെ ഈ രീതിയിൽ എഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവൻ 75% ഡിസ്റ്റൻസ് മാത്രമേ എത്തത്തുള്ളൂ. ഇതിനെ എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ എം എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് 100 ആണെങ്കിൽ അതിന്റെ 75%, അല്ലെ? അത് മാത്രമേ അവന് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഇനി ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 25% ഡിസ്റ്റൻസ് ആയിരിക്കും. ഇത് കവർ ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഇഴഞ്ഞു പോയി കഴിഞ്ഞാൽ കവർ ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ കൂടുതൽ വേണം? 3 അവേഴ്സ് മോർ. അപ്പം ഇതിന് അവനൊരു 3 അവേഴ്സ് കൂടുതൽ എടുക്കും, അല്ലെ? അതായത് 25% കവർ ചെയ്യാൻ 3 മണിക്കൂർ എടുക്കുന്നെങ്കിൽ 75% കവർ ചെയ്യാൻ അവൻ എത്ര എടുത്ത് കാണും? 9 മണിക്കൂർ എടുത്ത് കാണും. കാരണം എന്താ? 25ന്റെ 3 ടൈംസ് ആണ് 75. അപ്പം 3 × 3 ടൈംസ് എത്ര? 9 അവേഴ്സ് ആയിരിക്കും അവൻ എടുത്തത്. ഇവിടം മുതൽ ഇവിടം വരെ ട്രാവൽ ചെയ്യാൻ. അപ്പം ഈ 9 മണിക്കൂർ കവർ ചെയ്തപ്പോ അവൻ എത്ര എത്തിയുള്ളൂ? 75% എത്തിയുള്ളൂ. ഇനി നോക്കിക്കേ, 75% ഡിസ്റ്റൻസ് ഇൻ ദ ഷെഡ്യൂൾഡ് ടൈം എന്നല്ലേ പറഞ്ഞു. അതായത് ഷെഡ്യൂൾഡ് ടൈം നമുക്ക് കിട്ടി. ഷെഡ്യൂൾഡ് ടൈം, അതായത് ഫസ്റ്റ് കേസ് എത്ര? 9 മണിക്കൂർ. അതായത് 9 മണിക്കൂറിലായിരുന്നു ഇവൻ എത്തേണ്ടിയിരുന്നത്. ഇതിനെ ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇനി നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. മീൻസ് 9 മണിക്കൂറിൽ അവൻ എത്തി, ഓക്കെ. പക്ഷെ ഇത് പോണമായിരുന്നെങ്കിൽ എന്ത് വേണം? ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയുന്നത് 9 മണിക്കൂറാണ്. പക്ഷെ ആദ്യം മുതലേ ഇവൻ അങ്ങനെ അല്ലല്ലോ സഞ്ചരിച്ചേ. ഇനിയുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഓക്കെ സോറി, ഇത് ഹൈപ്പോത്തറ്റിക്കൽ അല്ല. അവൻ ഇടയ്ക്ക് വെച്ചിട്ട് സ്പീഡ് കൂട്ടി 9 മണിക്കൂറിലെത്തി. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ നോക്കിക്കേ. അതായത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ആണ്. അതായത് സംവെയർ ബിറ്റ്വീൻ, ഇവിടെ എവിടെയോ വെച്ചിട്ട് ഈ 6 എന്ന് പറയുന്ന പോയിന്റിൽ, 6 ഫോർ റിയലൈസേഷൻ, റിയലൈസ്ഡ് ആയി. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താമസിച്ചെത്തുന്നു മനസ്സിലായി. ഇവൻ റിയലൈസ്ഡ് ആയിട്ടും ഇവൻ ഇങ്ങനെ തന്നെ പോയി എന്ന് വെച്ചോ. അതായത് ഈ എൻറ്റയർ ഡിസ്റ്റൻസും ഇങ്ങനെ പോയിരുന്നെങ്കിൽ കണ്ടേ, 9 + 3 എത്ര? 12 മണിക്കൂർ എടുത്തേനെ. ഓക്കെ, മനസ്സിലായോ? അപ്പം ടൈമിന്റെ റേഷ്യോ എത്ര ആയിരിക്കും? 3:4 ആയിരിക്കും. അങ്ങനെയെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എന്തായിരിക്കും ഇവിടെ? സ്പീഡിന്റെ റേഷ്യോ എന്തായിരിക്കും? 4:3 ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? ഇവിടെ ഡിസ്റ്റൻസ് സെയിമാ. ആദ്യത്തെ കേസിൽ ഇവൻ മുംബൈ മുതൽ ഗോവ വരെ പോയി. രണ്ടാമത്തെ കേസിൽ ഒരു ഇമാജിനറി കേസാന്ന് പറഞ്ഞില്ലേ? രണ്ടാമത്തെ കേസിലും ഈ മുംബൈ മുതൽ ഗോവ വരെ എഴഞ്ഞു പോയിരുന്നെങ്കിൽ അവൻ 12 മണിക്കൂർ എടുത്തേനെ. അപ്പൊ രണ്ട് കേസിലും മുംബൈ ടു ഗോവ സഞ്ചരിക്കുന്നുണ്ട്. 9 മണിക്കൂറും 12 മണിക്കൂറും ആണ്. 3:4 ആണെങ്കിൽ 4:3. ഇനി എന്റെ സ്പീഡ് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് തൽക്കാലം 4x-ഉം 3x km/h എന്ന് വെച്ചു. ഓക്കെ, അപ്പൊ എഴഞ്ഞു പോകുമ്പോൾ ഇതിന്റെ സ്പീഡ് എത്ര? 3x km/h. ഇനി ഇനി ഇവൻ ഇവിടെ വെച്ചല്ലേ റിയലൈസ്ഡ് ആയത് 6 എന്ന് പറയുന്ന പോയിന്റ്, അല്ലെ? അപ്പൊ ഞാൻ അവിടെ താഴെ വരയ്ക്കുകയാണ്.
ആറെന്ന് പറയുന്ന പോയിന്റ് വരെ, മുംബൈ മുതൽ ആറെന്ന് പറയുന്ന പോയിന്റ് വരെ ഇവൻ സഞ്ചരിച്ചത് ടി മണിക്കൂർ കൊണ്ടാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ടോട്ടൽ ഡിസ്റ്റൻസ് മുംബൈ ടു ഗോവ എനിക്ക് എത്ര എടുക്കാം? ദേ, ഒന്നെങ്കിൽ 3x12, അതായത് സ്പീഡ് ഇൻറ്റു ടൈം, അല്ലെങ്കിൽ 4x9, എത്ര ആയാലും എത്ര, 36 അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് 36x. ഓക്കെ, മുംബൈ ടു ഗോവ. ഇത് രണ്ട് രീതിക്കല്ല ഇവൻ സഞ്ചരിക്കുന്നത്. അതായത് മുംബൈ ടു ഈ പോയിന്റ് വരെ ടി മണിക്കൂർ സഞ്ചരിച്ചപ്പം റിയലൈസ്ഡ് ആയി, ഇവിടുന്ന് അങ്ങോട്ട് എന്താ, ഗോവ വരെ ഇവൻ സ്പീഡ് ഡബിൾ ആക്കി അല്ലെ? സ്പീഡ് ഡബിൾ ആക്കി. അപ്പം MR വരെയുള്ള ദൂരം എത്ര ആയിരിക്കും? ടൈം ടി, ഇവന്റെ സ്പീഡ്, അതായത് എഴഞ്ഞു പോയപ്പോൾ സ്പീഡ് എത്ര? 3x. അപ്പം ടി ഇൻറ്റു 3x പ്ലസ്, ഇനി അടുത്ത ദൂരം ഏതാ? ഈ R മുതൽ G വരെ അല്ലെ? R മുതൽ G വരെ എന്ന് പറഞ്ഞാൽ ഇവൻ പഴയ സ്പീഡിന്റെ ഇരട്ടി ആയിരിക്കും. അതായത് 3xന്റെ ഇരട്ടി 6x സ്പീഡിലായിരിക്കും പോന്നെ. 6x സ്പീഡിലായിരിക്കും പോന്നെ. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, RG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുന്നത്? സ്പീഡ് ഇൻറ്റു ടൈം അല്ലെ? സ്പീഡ് RX, ടൈം എത്ര ആയിരിക്കും? മൊത്തത്തിൽ 9 മണിക്കൂറേ ഉള്ളൂ. ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയുന്നത് എത്ര? നമ്മളിവിടെ കണ്ടുപിടിച്ചു, 9 മണിക്കൂർ. അതിൽ ടി മണിക്കൂറോളം ഇവൻ എടുത്തു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 9 - ടി ഉള്ളൂ. അപ്പൊ ആ ടൈം ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഇതിന് എന്ത് വെട്ടിപ്പോവും? എക്സ് പോവും, എക്സ് പോവും, എക്സ് പോവും. 3 കൊണ്ട് വെട്ടുമ്പം 12 ഇസ് ഈക്വൽ ടു 3 കൊണ്ട് പോയി ഇവിടെ 2, അതായത് 2 ഇൻറ്റു 8 18. 2 ഇൻറ്റു -t -2t പ്ലസ് ടി എത്ര? -t. അതായത് ടിന്റെ വാല്യൂ നമുക്ക് 18 - 12 6 മണിക്കൂർ കിട്ടി. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പം കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. കൺസെപ്ച്വലി ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ഈ 25ന്റെ 3 ഇരട്ടിയാണ് 75 എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം ചെയ്തവർക്ക് അറിയായിരിക്കാം. ആക്ച്വലി ഇത് കുറച്ചൊന്ന് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഏതോ ഒരു സീരിയലിന്റെ മെയിൻസിന്റെ ക്വസ്റ്റൻ ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇത് ക്ലിയർ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യാം. ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ സ്പീഡ് മോ സീരീസ് ടെമ്പററി ടെലഗ്രാം ബാൻ ആയതുകൊണ്ടാണ് ഇപ്പം പോവാത്തത്. ഐ മീൻ കൂടുതൽ ആൾക്കാരെ അറിയിക്കുന്നത് അതുവഴിയാണ്. അപ്പൊ ആ 22 കഴിഞ്ഞാൽ നമ്മൾ ഈ CGL അപ്കമിങ് സെക്ഷൽ ടൈം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ് സ്പീഡ് മോ സീരീസ്. കുറച്ച് നല്ല ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള ഫ്രണ്ട്സിന് ഡെഫിനറ്റ്ലി നിങ്ങൾ ഷെയർ ചെയ്യാം. നമ്മുടെ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ടില്ല. അപ്പൊ പ്ലീസ് സപ്പോർട്ട്, മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ.